ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഡയറക്റ്റ് ഗെയിം ഓപ്പൺ ആകുമായിരുന്നു. നമ്മുടെ മെസ്സിയുടെ ബാക്കൊക്കെ ഇന്നലെ രാത്രി തന്നെ വന്നായിരുന്നു. ഇന്നലെ രാത്രി 8:30 ആയപ്പോൾ തന്നെ മെസ്സിയുടെ ബാക്കൊക്കെ വന്നായിരുന്നു. പിന്നെ ഇന്ന് മറ്റേ സെലക്ഷൻ കോൺട്രാക്റ്റ് ഒക്കെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. സെലക്ഷൻ കോൺട്രാക്റ്റ് പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു, ന്യൂ ഇയർ ആയതുകൊണ്ട്. ഇന്ന് മെയിൻ്റനൻസ് ഇല്ലെന്ന് കൊണാമി നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാലും ആർക്കും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കാരണം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ട് കൊണാമി മെയിൻ്റനൻസ് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ആർക്കും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് എന്തായാലും മെയിൻ്റനൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഡയറക്റ്റായിട്ട്. നമുക്ക് ആ സെലക്ഷൻ കോൺട്രാക്ട് നമ്മളെന്തായാലും ഡിബ്രോയിലേ എടുക്കുകയുള്ളൂ. കാരണം റാഷ്ഫോർഡ് ആക്സിലറേഷൻ ബേസ്റ്റ് ആണെന്ന് പറയുന്നത്. ആക്സിലറേഷൻ ബേസ്റ്റ് നമുക്ക് ആവശ്യമില്ലെന്നല്ല, ആ ഒരു പൊസിഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ വേണ്ടത് സെൻട്രൽ മിഡാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. പെനാൾട്ടി അടിച്ച് വെച്ചിട്ടുണ്ട്. ഡെയിലി ഗെയിമിൽ ഇപ്പം ഈ ഡെയിലി ഗെയിം ഏതാ വരുന്നത് അറിയത്തില്ല, നോക്കട്ടെ. ഓക്കെ, ഇത് റാൻഡം ബൂസ്റ്ററാണ് ഗൈസ് വരുന്നത്. നേരം റൗളിൻ്റെ ഒരു ചാൻസ് ഡീലും കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ റൗളിനെ കുറേ നാളായി എടുക്കണമെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ റൗളിനെ എടുക്കാൻ പറ്റും. ഇപ്രാവശ്യം വന്നാരാ നമുക്ക് നോക്കാം. മെസ്സി വന്നിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതും എടുത്തേക്കാം. പൊസിഷൻ ട്രെയിനിങ് ആവശ്യമുണ്ട്. പൊസിഷൻ ട്രെയിനിങ്ങിലാ. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പം 2 പൊസിഷൻ ട്രെയിനിങ് ആയിട്ടുണ്ട്. 2 പൊസിഷൻ ട്രെയിനിങ് 2 റാൻഡം ബൂസ്റ്റർ ആയിട്ടുണ്ട്. നമുക്ക് മിഷൻസിലൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. ഈ ഒരു ചാൻസ് ഡീലിൻ്റെത് മറ്റേ ഒലിവർക്കാൻ്റെ ഇൻസാഗിയുടെ സൺക്കിയുടെ ആ ഒരു ചാൻസ് ഡീലില്ലേ, ഫെസ്റ്റി സീസണിൻ്റെ ആ ഒരെണ്ണം നമുക്ക് ഇന്ന് 6 എണ്ണം കിട്ടും. 6 ഫ്രീ സ്പിൻ കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് 7 ഫ്രീ സ്പിന്നാണ്. 7 ഫ്രീ സ്പിന്നൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിന്ന് സെലക്ഷൻ കോൺട്രാക്റ്റ് ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ 6 എണ്ണം ഉള്ളു കൈസ്. ഓക്കെ, ഡിബ്രൈൻ വന്നേക്കുന്നത് ഫിനോമിനൽ പാസും റാഷ്ഫോർഡ് ആക്സിലറേഷൻ ബേസ്റ്റും പോയിസൺ വിഷനറി പാസുമാണ് കൈസ് വന്നേക്കുന്നത്. ഞാൻ എന്തായാലും KDB എടുക്കുന്നുള്ളു. കാരണം എനിക്ക് ഈ ഒരു പൊസിഷൻ ഇല്ല. സെൻട്രൽ മിഡായിട്ട് കളിപ്പിക്കാനാണ് ക്രിയേറ്റീവ് പ്ലേ മേക്കർ. സോൾ കൺട്രോൾ, ലോങ് റേഞ്ച് കേളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, 1 ടച്ച് പാസ്, ത്രൂ പാസിങ്, വെയ്റ്റഡ് പാസ്, പിൻ പോയിൻ്റ് ക്രോസിങ്, ഔട്ട്സൈഡ് കേളർ, ഫിനോമിനൽ പാസ്, ലോ ഓഫ് ടു പാസ്. അത്യാവശ്യം നല്ലൊരു സ്കിൽസ് തന്നെയാണ് കൈസ് കൊടുത്തിരിക്കുന്നത്. ഡിബ്രൈനും റാഷ്ഫോർഡിനും കുഴപ്പമില്ല. ഓക്കെ, വേറെ എന്തൊക്കെ നമുക്ക് എന്തൊക്കെ നോക്കാം. അല്ലാതെ ഈ ഒലിവർക്കാൻ്റെ ഒക്കെ ഈ ഒരു ഫ്രീ സ്പിൻ കണ്ടുള്ളത് നമ്മളിപ്പോൾ കറക്കുന്നില്ല. നമുക്കിനി ഇന്നൊരു 5 എണ്ണം കൂടെ അല്ലാതെ കിട്ടും. മറ്റേ മാച്ചസ് ഒക്കെ കളിച്ച് കഴിയുമ്പോൾ ഇന്നൊരു 5 എണ്ണം കൂടെ കിട്ടും. അതും കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് സ്പിൻ ചെയ്യാം. ആ ഒരു വീഡിയോ നമുക്ക് ഒരുമിച്ച് സ്പിൻ ചെയ്യുന്നൊരു വീഡിയോ എടുക്കാം. അപ്പം നമ്മൾ സ്പിൻ ചെയ്യുന്നില്ല. ഇത് മറ്റേ റൗളിനെ കിട്ടിയതാണ്. റൗളിൻ്റെ സ്പിൻ ചെയ്തേക്കാം. എന്തായാലും കിട്ടത്തൊന്നുമില്ല. റൗളിന് 3 വട്ടം തൊട്ടിട്ട് സ്പിൻ ചെയ്തേക്കാം. ഞാൻ കുറേ നാളായിട്ട് റൗണ്ടിൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷെ കിട്ടുന്നില്ല. പക്ഷേ 2 എണ്ണം 3 എണ്ണം 4 എണ്ണം ഒക്കെ വെച്ച് ഒരുമിച്ച് സ്പിൻ ആയിട്ടും കിട്ടുന്നില്ല. കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്ക്. ഞാൻ കുറേ നാളായി വന്നപ്പോൾ മുതൽ സ്പിൻ ചെയ്യാൻ തുടങ്ങി. ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്. കിട്ടാത്തവർ കമൻറ്റ് ഇട്ടേക്ക്. നിങ്ങൾക്ക് ഈ മെയിൻ്റനൻസ് അല്ല, ഈ ഒരു ന്യൂ ഇയർ അപ്ഡേഷൻ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്ക്. എനിക്കെന്തായാലും കുഴപ്പമില്ല. കാരണം നല്ല ബാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. മെസ്സിയുടെ ബാക്ക് പക്ഷേ 250 പ്ലേയേഴ്സ് ഉണ്ട്. അതൊരു ചെറിയൊരു കുഴപ്പമുണ്ട്. 250 പ്ലേയേഴ്സ്. പിന്നെ ഈ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് വന്നിട്ടുണ്ടായത്. പിന്നെ പുതിയൊരു പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ടാകുന്നുണ്ട് സാർ. യമാൽ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, എംബാപ്പെ, കേളർ, സോബോസ്ലായി, ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഒക്കെ നല്ലൊരു പ്ലെയർ ഓഫ് ദി വീക്കാനാണ്. അത് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത്ര 33 പ്ലേയേഴ്സ് എന്തോ ഉണ്ട്. 33 പ്ലേയേഴ്സ് ഉണ്ട് വയസ്സ്. എന്തായാലും എംബാപ്പേനെയും യമാലിനൊന്നും അടിക്കത്തില്ല. പിന്നെ വന്നേക്കുന്നത് പിന്നെ ഇത്രയൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് നമുക്ക് എടുക്കാം. പ്ലെയറിനെ എടുക്കാം. എന്തായാലും ഡിബ്രൈനെ എടുക്കാം. നമുക്ക് ഡിബ്രൈനെ
കെവിൻ ഡി ബ്രൂയ്നെ. ഗൈസ്, കെവിൻ ഡി ബ്രൂയ്നെ അന്നേരം നമ്മുടെ ടീമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന് പറ്റിയ നല്ല പ്രോഗ്രഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കുക. എനിക്ക് വലിയ പ്രോഗ്രഷനോട് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ തോന്നുന്ന പ്രോഗ്രഷൻ ആകെ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല പ്രോഗ്രഷനെ കുറിച്ച്. നമുക്കറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്ക്. ഇനി വന്നേക്കുന്നത് മറ്റേ ഒലിവർ ഖാൻ്റെ ഒക്കെ ആ ഒരു സ്പിന്നാണ് വന്നേക്കുന്നത്. എന്നാലും ഡി ബ്രൂയ്നെ ജസ്റ്റ് ടീമിൽ ഇട്ടിട്ട് ഈ ഒരു വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഇത്രയൊക്കെ തന്നെ കൊണ്ടുവന്നില്ല, അത് തന്നെ വലിയ കാര്യമായി. അതും മെയിൻ്റെനൻസൊക്കെ ഇല്ലാതെ ഇത്രയും കൊണ്ടുവന്നില്ല, അത് തന്നെ വലിയ കാര്യം. അയ്യോ, ആദ്യം ട്രെയിനിങ് ചെയ്യണമല്ലേ. നമ്മൾ ജസ്റ്റ് ഫോർമേഷൻ ഒന്ന് മാറ്റിയായിരുന്നു. 4-3-1-2 ആക്കിയായിരുന്നു ഫോർമേഷൻ. മറ്റേ ഫോർമേഷൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മളെ റോസിക്കിനെ നമ്മൾ ഫസ്റ്റിലാണ് ഇട്ടിട്ടുണ്ട്. ഈ ഫോർമേഷൻസ് എനിക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റുള്ളൂ ഗൈസ്. മറ്റേത് ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു മാച്ചസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം അത്യാവശ്യം കളിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫോർമേഷൻ വെച്ച്. ഓക്കെ, നമ്മളെ ഡി ബ്രൂയ്നെ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒന്ന് റെക്കമെൻഡഡ് ഇടാം. റെക്കമെൻഡഡ് ഇട്ടിട്ട് നമുക്ക് പതിയെ പ്രോഗ്രഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് ശേഷം നല്ലൊരു പ്രോഗ്രഷനാക്കി ടീം ഇടാം. ടീം എന്തായാലും നമ്മളിപ്പോൾ ഇടുന്നുണ്ട്. റെക്കമെൻഡഡ് ആക്കിയാണ് ഗൈസ് നമ്മളിപ്പോൾ ഇടുന്നത്. നമുക്ക് പതിയെ ഇത് പ്രോഗ്രഷനൊക്കെ നല്ല പ്രോഗ്രഷനൊക്കെ നോക്കി ഡി ബ്രൂയ്നെ ടീമൊക്കെ ഇടാം. വന്നേക്കുന്നത് ഇതാണ് ഓട്ടോ ഇട്ടപ്പോൾ ഇതാണ് വന്നേക്കുന്നത്. 4 ഷൂട്ടിങ്, 8 ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ, പിന്നെ 12 പാസിങ് കാര്യങ്ങൾ, 8 ഒഫൻസീവ് അവയർനെസ്, 6 സ്പീഡ്. ഇത്രയാണ് വന്നേക്കുന്നത്. എത്ര കയറുമെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് 100 സംതിങ് കയറുമായിരിക്കും. എനിക്ക് 107 കയറിയാൽ മതിയായിരുന്നു. ആർക്കുകാർ നമ്മൾ ഇട്ടും 109 മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവനിടാം. ഒക്കെ 102 കയറത്തുള്ള. ഇതിൻ്റെ ബൂസ്റ്റർ ഏത് കൊടുക്കണം നമുക്ക്? പതിയെ ഏതെങ്കിലുമൊക്കെ നോക്കാം. എന്തായാലും ഏതൊക്കെ കൊടുക്കണമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പതിയെ 103 സംതിങ് കയറും. ബൂസ്റ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ 103 കയറും ഗൈസ്. അന്നേരം അത്യാവശ്യം അന്നേരം 3153 സ്ട്രെങ്ത് ആവുമായിരിക്കും. ബൂസ്റ്ററൊക്കെ നമുക്ക് പതിയെ നോക്കിയിട്ടൊക്കെ ഇടാം. ചുമ്മാ നമ്മൾ വെപ്രാളം പിടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഇനി ബൂസ്റ്ററൊക്കെ പതിയെ ഇടാം. ഞാൻ ഇന്നലെ മറ്റേ മെസ്സിയുടെയൊക്കെ ബാക്ക് കറക്കിയായിരുന്നു. 545 പോയിന്റ് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ അത് വെച്ച് ഇന്നലെ കറക്കാനൊന്നും കിട്ടില്ല. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ അത് നമുക്കൊന്നും കിട്ടിയില്ല. മെസ്സിയുടെ കറക്കി, മെസ്സിയുടെയും പിന്നെ മറ്റേ തിയാഗോ സിഡോർഫൊക്കെ ആ ഒരു പാക്ക് വന്നില്ലേ, കുബോ, അതൊക്കെ ആ ഒരു 2 പാക്ക് നമ്മൾ കറക്കിയായിരുന്നു. മെസ്സിയുടെ ബാക്കിൽ നമുക്ക് നമ്മൾ 2 ട്രൈയും മറ്റേ ബാക്കിൽ നമ്മൾ 3 ട്രൈയും എടുത്തൊന്നും കിട്ടിയില്ല. അതിലും കുഴപ്പമില്ല. 500 കോയിൻ പോകാതെ പോയി. നമ്മൾ സേവിങ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഫുള്ള് സേവിങ് ആണ് ഗൈസ്. കോയിനൊന്നും അധികം സ്പെൻഡ് ചെയ്യത്തില്ല. നമ്മൾ ഫുള്ള് സേവിങ് ആണ്. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.